എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകം ഇപ്പോൾ ഒരു യുദ്ധഭീതിയിലാണ്. ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇറാൻ ഇസ്രായേലിന്റെ നെഞ്ചത്ത് ആണിയടിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ്. ആരെ ആയിരിക്കും ഇറാന്റെ ലക്ഷ്യം നേടാൻ വേണ്ടി കൂട്ടുപിടിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ യുദ്ധകാല മന്ത്രിസഭയിലെ ഉന്നതരെ വധിക്കാൻ ഹിസ്ബുള്ളയോട് ഉത്തരവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആരാണ് ഈ ഉത്തരവിന് പിന്നിൽ? അതെ, ഇറാനും ഹിസ്ബുള്ളയും അണിയറയിൽ തന്ത്രപ്രധാനമായ കരുക്കൾ നീക്കുകയാണ്. ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസി ചില നിർണായക വെളിപ്പെടുത്തലുകൾ ഭരണകൂടത്തിന് കൈമാറി. പരിശോധിക്കാം. ഇറാൻ തലവൻ ആയത്തുള്ള അലി ഖമീനി ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടുവെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ലോകം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഭീകര യുദ്ധത്തിനായിരിക്കും. അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങൾ പങ്കുചേരും എന്നത് ഒരു പ്രതിസന്ധിയാണ്. ഇസ്രായേലിന്റെ തലയ്ക്ക് വിലയിട്ടാൽ അമേരിക്ക വെറുതെ ഇരിക്കില്ല. അമേരിക്കയും കളത്തിലിറങ്ങും. ഇറാനും ഹിസ്ബുള്ളയും വിവരങ്ങൾ കൈമാറുന്നത് ഇസ്രായേൽ ഇന്റലിജൻസ് ചോർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ മിസൈൽ ആക്രമണമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു ആക്രമണമാകാം നടക്കാൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ജനങ്ങളുടെ ജീവന് വിലയിടുന്ന തരത്തിൽ ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ എന്താകും സംഭവിക്കും എന്നത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. ഈ സാഹചര്യത്തിൽ ഇറാനും ഹിസ്ബുള്ളയും നോട്ടമിട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ തലവൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ്. നെതന്യാഹുവിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി മൊസാദിന്റെ തലവൻ ദോഹയിലാണ്. അദ്ദേഹത്തോട് ഉടൻ തിരികെ എത്തണമെന്ന് നെതന്യാഹു അറിയിച്ചിരിക്കുകയാണ്. ഏവർക്കും അറിയാവുന്നതുപോലെ ഒരു കണക്കിന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ നട്ടലും ബലവും മൊസാദാണ് എന്നതിൽ സംശയമില്ല. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം സംവിധാനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ ഇത്രയധികം രോഷാകുലനാകാൻ കാരണം മറ്റൊന്നുമല്ല, ഇത്രയധികം സുരക്ഷ ഒരുക്കിയിട്ടും തങ്ങളുടെ രാജ്യത്തെത്തിയ ക്ഷണിക്കപ്പെട്ട അതിഥിയുടെ മരണമാണ്. ഇറാൻ ഇസ്രായേലിനോടുള്ള പക അവിടെ വെച്ച് മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. നേരിട്ടായിരിക്കും ആക്രമണമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇറാൻ ഇതുവരെ അത്തരം നീക്കത്തിന് മുതിർന്നിട്ടില്ല. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലിനെ തൊട്ടാൽ അമേരിക്ക വെറുതെ ഇരിക്കില്ല. ഹമാസിന് ആയുധങ്ങൾ കൈമാറുന്ന ഹൂതികൾക്ക് മേലിലും കണ്ണ് അമേരിക്ക വച്ചിരുന്നു. അതിന്റെ ഫലമായാണ് ചെങ്കടലിൽ ഹൂതികളുടെ ചെറുകപ്പൽ അമേരിക്ക തകർത്തെറിഞ്ഞത്. ഹൂതികൾ ചെങ്കടൽ വളയുമെന്നും അമേരിക്കൻ കപ്പലുകൾ മുക്കുമെന്നും വെല്ലുവിളി മുഴക്കി. പക്ഷേ അത് എത്രയധികം പ്രാവർത്തികമാകും? ഒരേ സമയം കടലിലും കരയിലും ആകാശത്തും യുദ്ധം നടക്കുമോ എന്ന ഭീതി. ഇസ്രായേൽ നേതാക്കളിൽ ഒരാളെയെങ്കിലും തൊട്ടാൽ ജൂതപ്പട നോക്കിയിരിക്കില്ല. ഭീതിയുടെ നടുവിലാണ് പശ്ചിമേഷ്യ. പുതിയ മേധാവിയെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ തന്നെ ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്ത് പോരാട്ട പ്രഖ്യാപനവും ഹമാസ് നടത്തി കഴിഞ്ഞു. അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇസ്രായേലും ഹമാസിനെയും ഹിസ്ബുള്ളയെയും കൂട്ടുപിടിച്ച് ഇറാനും യുദ്ധമുഖത്തെത്തുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കേണ്ട കാര്യമാണ്. ഇതാണ് ലോകത്തിന്റെ ചോദ്യവും. അതിനിടയിൽ ഇസ്രായേൽ പ്രമുഖരെയും ഇസ്രായേൽ നോട്ടമിട്ടിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. മൊസാദിന്റെ പാത പിന്തുടരുകയാണ് ഇറാനും ഹിസ്ബുള്ളയും. അതാണ് വലിയ രീതിയിലുള്ള ആക്രമണത്തിന് പകരം ഇസ്രായേലിലെ ഉന്നതരെ വധിക്കാൻ പദ്ധതിയിടുന്നത്. മന്ത്രിമാർ, ജനപ്രതിനിധികൾ, സൈനിക ഉദ്യോഗസ്ഥർ, രഹസ്യാന്വേഷണ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരെ ലക്ഷ്യം വച്ചാകും ആക്രമണം. എന്താക്രമണത്തെയും തടുക്കുമെന്ന് വെല്ലുവിളിച്ച് ഇസ്രായേലും ഒരുങ്ങി തന്നെ നിൽക്കുകയാണ്. ഏതായാലും ഉടനെ തന്നെ ഒരു യുദ്ധം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാത്തിരുന്ന് കാണാം ഇറാനും ഹിസ്ബുള്ളയും തമ്മിൽ ഒന്നിക്കുമ്പോൾ എന്താണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന്.